ഡൊമൈൻ പർച്ചേസ് ഒന്നാമത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുക, നമ്മൾ അടുത്തൊരു ടെക്നീഷ്യനെ അറിയാമെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നീഷ്യനെ അവനെ വിളിച്ചിട്ട് ഒന്ന് ചെയ്തു തരാൻ പറയും. അയാളുടെ ഒരു മാർജിൻ ഇടും. അയാൾ ചിലപ്പോൾ അയാളുടെ പേരിലായിരിക്കും ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം. ഒന്നാമത് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞല്ലേ, അതും ഒരു വെബ്സൈറ്റാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും .com. ഇന്ത്യയിലാണെങ്കിൽ .in ഉണ്ട്. നമ്മുടെ ബിസിനസ് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ നമുക്കൊരു .in മാത്രം മതി. .com ഒന്നും വേണമെന്നില്ല. അതെന്താണ് ഡിഫറൻസ്? ഇപ്പൊ .org വരുന്നുണ്ട്, .com വരുന്നുണ്ട്. ഡൊമൈൻ എന്നാൽ എന്ത്? ഒരു ഡൊമൈൻ എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് സംസാരിക്കാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സുരേഷ് സാറാണ്. ABC മലയാളം ടെക് ടോക്സ് പവർഡ് ബൈ ബൈജിയിലേക്ക് സ്വാഗതം. എന്താണ് സാർ ഒരു ഡൊമൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു സ്ഥാപനമൊക്കെ തുടങ്ങുമ്പോഴേ എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു പേരൊക്കെ കണ്ടുപിടിക്കുക അല്ലേ? മറ്റുള്ളവർക്കുള്ള ഒരു പേരൊന്നും പാടില്ല. അപ്പോൾ നമ്മളൊരു പേരൊക്കെ കണ്ടുപിടിച്ച് നമ്മളത് രജിസ്റ്റർ ചെയ്യും, കമ്പനി രജിസ്റ്റർ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ചെയ്യേണ്ട ഒന്നാണ് ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുക. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് എന്നത്. കാരണം എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഇന്നത്തെ കാലത്ത് ഇമെയിലാണ് നടക്കുക. നമ്മുടെ ഓർഡേഴ്സും പ്രൊപ്പോസൽസും സകലതും ഇൻവോയ്സസും എല്ലാം ഇതിലല്ലേ നടക്കുന്നത്, ഇമെയിലല്ലേ നടക്കുന്നത്. ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ, ഫാക്സ് ഒന്നും ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഒരു പ്രധാന മാർക്കറ്റിംഗ് ടൂളാണ്. അതും ഈ ഡൊമൈൻ കൂടെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കമ്പനിയുടെ ഐഡന്റിറ്റി ഐഡന്റിറ്റി മാറുന്നത് നമ്മുടെ ആ പേര് വെച്ചിട്ട് നമ്മൾ ഒരു മെയിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. യെസ്, അതേ പേരിൽ നമ്മളിപ്പം ഇന്ത്യയിലാണോ വിദേശത്താണോ, നമ്മൾ എവിടെയാണ് നമ്മുടെ സ്ഥാപനം, ഇന്ത്യയിൽ വിദേശത്തും ഉണ്ടെങ്കിൽ നമുക്ക് ചില ചോയ്സസ് ഒക്കെ സെലക്ട് ചെയ്യാം. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും .com. ഇന്ത്യയിലാണെങ്കിൽ .in ഉണ്ട്. നമ്മുടെ ബിസിനസ് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ നമുക്കൊരു .in മാത്രം മതി. .com ഒന്നും വേണമെന്നില്ല. അതെന്താണ് ഡിഫറൻസ്? ഇപ്പൊ .org വരുന്നുണ്ട്, .com വരുന്നുണ്ട്. നമ്മളെ ഇപ്പോഴത്തെ മെയിൻ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഇവരെന്താ ചോദിച്ചാൽ അമ്പലങ്ങൾക്കും പള്ളികൾക്കും നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ .com എന്ന് വെച്ചാൽ ആക്ച്വലി .com ഒരു കൊമേഴ്ഷ്യൽ ഡൊമൈനാണ്. എന്താ പറഞ്ഞാൽ വ്യാപാര ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട ഒരു സ്ഥാനം, ഒരു ബിസിനസ് എൻറ്റിറ്റി, ഓക്കെ, കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ .com ഉപയോഗിക്കേണ്ട അങ്ങനത്തെ സ്ഥാപനങ്ങൾക്കാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ചാരിറ്റി ഓർഗനൈസേഷൻസും സന്നദ്ധ സംഘടനകൾ, അമ്പലങ്ങൾ, പള്ളികൾ, ഇവർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഡൊമൈനാണ് .org. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ ഒതുങ്ങിയിരിക്കുന്ന സംഘടന ഒക്കെ ആകുമ്പോൾ .org.in എന്നുള്ളതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ല, അതുകൊണ്ട് ഒരു ചേഞ്ച് എന്താണ് ഉണ്ടാകുക? അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം മിക്ക പള്ളികളുടെയോ അല്ലെങ്കിൽ അമ്പലങ്ങളുടെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന്റെ ഒക്കെ വിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ .com തന്നെ ആദ്യകാലത്ത് തന്നെ. അപ്പോൾ ആ .comൽ നിന്ന് .inലേക്കോ അല്ലെങ്കിൽ .orgയിലേക്കോ .orgലേക്ക് വരുമ്പോൾ ഉള്ള ചേഞ്ച് എന്താണ് ശരി? അല്ല, യഥാർത്ഥത്തിൽ അത് മെന്റ് ഫോർ എന്ന് പറഞ്ഞാൽ അത് ഈ സംഘടനകൾക്കാണ് അത് ഈ .org.in മാറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ ഓരോന്നും അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ .com കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൊമേഴ്ഷ്യൽ വൽക്കരിക്കുന്ന പോലെ ആവില്ലേ? ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമർ ടു ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും വാട്സപ്പ് ഉണ്ട്. പിന്നെ ഇതിന് മുകളിൽ X ഉണ്ട്, പിന്നെ യൂട്യൂബ്, അതുപോലെ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡൊമൈൻ എന്നുള്ളതൊന്ന് ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? നിങ്ങൾക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ടൂൾസ് ഒന്നും നിങ്ങളുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ്. ഫേസ്ബുക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. ഞങ്ങളിങ്ങനെ ഉണ്ട് സ്ഥാപനം, ഞങ്ങൾ ഈ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ പ്രൈസ് ഇത്രയാ പറഞ്ഞ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമല്ലേ, ഇപ്പോൾ ചെയ്യുന്ന ചാനൽ പോലെ. പക്ഷെ മറ്റത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു വെബ്സൈറ്റ് എന്താ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അറിയാമോ? ഏതായാലും വ്യത്യസ്തമായ അഡ്വർടൈസിങ്ങുകളൊക്കെ ഇല്ലേ? അതിൽ വെബ്സൈറ്റ് ഒരു പ്രത്യേക തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റാണ്. നമുക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ, ടെക്നിക്കൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലാണ് നമ്മളൊരു വെബ്സൈറ്റിൽ പോകുക. വഴിയിൽ നമ്മൾ കാണുമില്ലേ ചെറിയ ഹോർഡിങ്സൊക്കെ നമുക്ക് കാണാം, ജ്വല്ലേഴ്സിൻ്റെ അവരുടെ. അതൊക്കെ എന്തിനാണ്? അതൊക്കെ നമ്മളെ ജസ്റ്റ് ഓർമ്മിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു
സ്ഥാപനമുണ്ട്, ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി. ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ഞാൻ വലിയൊരു മാറ്റം കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ അവരൊരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ നമുക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം. പക്ഷെ വെബ്സൈറ്റുകളിലെ വ്യത്യസ്തമാകുന്ന ഞാൻ കണ്ടിട്ടുള്ള ഒന്നെന്ന് വെച്ചാൽ അത് ഹൈലി വേഴ്സറ്റൈലാണ്, അല്ലെങ്കിൽ നല്ലോണം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട രീതിയിൽ ആ വെബ്സൈറ്റ് ആ ഒരു ഇന്റർഫേസ് മുഴുവനായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഡൊമൈൻ എന്ന് പറയുന്ന ഒന്ന് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ബിസിനസ്സിൽ ഇത്രയും കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒന്ന് എന്തൊക്കെ രീതിയിലായിരിക്കും ഒരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുക? അത് നമുക്ക് പലതരത്തിലുള്ള, ഇപ്പോൾ ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് ഇൻഫർമേഷണൽ വെബ്സൈറ്റ് മതി, ഒരു ഇൻഫർമേഷൻ മാത്രം. പക്ഷെ നമുക്കത് ഇ-കൊമേഴ്സ് ചെയ്യാം, നമുക്ക് വിൽക്കാൻ പറ്റും, നടത്താം. അപ്പം ഇങ്ങനെ ഉള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ചെയ്യുന്ന ടെക്നിക്കൽ കമ്പനി ആണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രധാന എല്ലാ ഡിസ്ക്രിപ്ഷൻസും നമുക്ക് അതിലൂടെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. ചില ഒരു എന്തെങ്കിലും നമ്മളൊന്ന് വാങ്ങിക്കുമ്പോൾ, ഒരു ടി വി വാങ്ങിക്കുമ്പോൾ സാംസങ്ങിൽ കയറിയിട്ട് വേണമെങ്കിൽ നമുക്ക് അത് ആ പ്രത്യേക മോഡലിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് ഒരു വെബ്സൈറ്റിൽ ശേഖരിക്കാൻ പറ്റും, ഒരു ബ്രോഷർ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഇതൊന്നും മറ്റ് ഇതിലൊന്നും നടക്കില്ലല്ലോ. ഇത് നമ്മളുടെ തന്നെയാണ്, നമുക്ക് ഹോസ്റ്റ് ചെയ്യാം, നമുക്ക് എത്ര വേണമെങ്കിലും സ്പേസ് ഇടാം, അതെല്ലാം വെബിൽ ആക്സസിബിൾ ആക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം എനിക്കൊരു അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ പേരും ഡീറ്റെയിൽസും കൊടുത്ത് എനിക്ക് ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം. പക്ഷെ മറ്റേതിന് നമ്മൾ തന്നെ സെർവർ സൂക്ഷിക്കാനും അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണോ? നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വേറൊരാളുടെ സെർവർ താൽക്കാലികമായിട്ട് അല്ല സെർവർ സ്പേസ് നമ്മൾ താൽക്കാലികമായിട്ട് ഉപയോഗിക്കും. അത് എന്നും സ്റ്റോപ്പ് ആവാം, എപ്പോഴും ചെയ്യാം. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മൾ ഡൊമെയിൻ എടുത്ത് സ്പേസ് എടുത്ത് ആ സ്പേസിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളത് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുന്ന ഇമെയിലിനാവും, വെബ്സൈറ്റിനാവാം, വേറെ അങ്ങനെ നമുക്ക് എന്താ നമ്മുടെ ഉദ്ദേശം അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പം ഈ പറയുന്ന പോലെ ഒരു ഡൊമെയിൻ എടുക്കുക എന്ന് പറയും. അപ്പം പലരും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു സെപ്പറേറ്റ് ഒരു ഏജൻസി ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ ആ ഏജൻസി ത്രൂ ആയിരിക്കും നമ്മളിപ്പോൾ ഒരു ഡൊമെയിൻ എടുക്കാൻ പറ്റുക. ചിലർ ഡയറക്റ്റ്ലി ഈ പറഞ്ഞ ഡാറ്റ് സെർവേഴ്സ് നമുക്ക് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത് ആക്ച്വലി? ഇപ്പോൾ നമ്മൾ പറയുന്നു നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ എനിക്കൊരു വെബ്സൈറ്റ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു ഡൊമെയിൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് ആരുമായിട്ടാണ് നമ്മൾ സംസാരിക്കുക? യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഡൊമെയിൻ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർസ് എന്നാണ് പറയുക. അപ്പോൾ ആ ഏജൻസി രജിസ്റ്റർ ചെയ്ത ഇന്ത്യയിലാണെങ്കിൽ നിക്സി, ടെലികോം മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള നിക്സിയാണ് ഈ അക്രഡിറ്റേഷൻ തരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് എടുക്കുമ്പോൾ രജിസ്ട്രാർസ് ആണ്, അവരുടെ അടുത്ത് എടുക്കുമ്പോൾ വില കുറവായിരിക്കും, നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ആകെ കൊടുക്കേണ്ടത് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ്. ഇപ്പോൾ ആധാറിലൊക്കെ ഉണ്ട്, ആധാറിലെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഐഡൻറ്റിറ്റിയിലുള്ള ഒരു അഡ്രസ്സ് എടുക്കണം. ഇപ്പോഴത്തെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് KYC ചെയ്യണം. ചെയ്തിട്ടേ നമുക്ക് ഡൊമെയിൻ എടുക്കാൻ പറ്റും. ദുരുപയോഗം തടയുന്നതിനുള്ള ഒരു ബേസിക് അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുക, വെരിഫൈ ചെയ്യുക, ഇമെയിൽ ഐഡിയും നമുക്കൊരു മൊബൈൽ നമ്പറും ഉണ്ടാവും. ഇത് ചെയ്താൽ നമുക്ക് എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി നമ്മൾ ഇത് ഗൂഗിളുമായിട്ടാണോ ഈ സെർവറിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത്, അതോ ഇന്ത്യക്ക് വേറെ ഇത് ഗൂഗിളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഗൂഗിൾ വെറും ഒരു സർവീസ് പ്രൊവൈഡർ മാത്രം. ഇമെയിലിനും ഒരു പ്രൈവറ്റ് ആയിട്ട് അവർ കുറച്ച് ഫ്രീ ആയിട്ടുള്ള മെയിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ പെയ്ഡ് മെയിലും കൊടുക്കും. കാരണം ഒട്ടുമിക്ക ആൾക്കാരുടെയും മെയിൽ IDs ഈ ഡൊമൈൻസ് വരുമ്പോഴത്തേക്ക് മെയിൽ IDs വരുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ABC മലയാളത്തിൻ്റെ ഡൊമൈൻ ആണെങ്കിൽ ജുബിൻ തോമസ് @abcmalayalam.com എന്നായിരിക്കും വരിക. അപ്പോൾ അത് ശരിക്കും ജിമെയിലിൻ്റെ അക്കൗണ്ട് അല്ലേ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ഇല്ല ജിമെയിൽ ഒരു ജസ്റ്റ് ഒരു പ്രൊവൈഡർ മാത്രം. ഇപ്പം ഞങ്ങളെപ്പോലെ തന്നെ ഒരു പ്രൊവൈഡറാണ്, അത് കുറച്ച് വലിയ പ്രൊവൈഡറാണെന്ന് മാത്രം. ജിമെയിൽ ശരിക്കും ഒരു പ്രൊവൈഡർ മാത്രമാണ്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. മൈക്രോസോഫ്റ്റ് അങ്ങനെയാണെങ്കിൽ വലിയൊരു സ്ഥാപനമല്ലേ, അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഡൊമൈൻ നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് മേടിക്കുകയാണോ ക്രിയേറ്റ് ചെയ്യണോ വോട്ടവർ, അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സെക്യൂർ ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു വിശ്വസ്തയോടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കരുതേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഡൊമൈൻ പർച്ചേസ് ഒന്നാമത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡോ എന്ത് വേണം UPI എന്ത് വെച്ചും പേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇന്ത്യയിലുണ്ട്. പിന്നെ ആകെ കൊടുക്കുന്ന നമ്മുടെ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സും ഒരു ശരിക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുള്ള ഒരു KYC കംപ്ലീഷനും മാത്രമാണ്. ഇത് ശരിക്കും നമുക്ക് സാധാരണക്കാർക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ആർക്കും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുക, നമ്മൾ അടുത്തൊരു ടെക്നീഷ്യനെ അറിയാമെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നീഷ്യനെ അവനെ വിളിച്ചിട്ട് ഒന്ന് ചെയ്തു തരാൻ പറയും. അയാളുടെ ഒരു മാർജിൻ ഇടും,
അയാൾ ചിലപ്പോൾ അയാളുടെ പേരിലായിരിക്കും ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം. അയാളുടെ ഇമെയിൽ ID കൊടുക്കും, അയാളുടെ അഡ്രസ്സ് കൊടുക്കും, ചിലപ്പോൾ അയാളുടെ ഫോൺ നമ്പർ ആയിരിക്കും കൊടുക്കുക. കുറേ നാൾ കഴിഞ്ഞ് ഒരു 1 or 2 years കഴിയുമ്പോൾ നമ്മുടെ സ്ഥാപനം ഒരു നല്ല നിലയിലായി. നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പത്തിക കാര്യങ്ങൾക്കോ എന്തെങ്കിലും പേയ്മെൻറ്റ് അയാളുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ ഡൊമെയിൻ വെച്ചാണ് അയാൾ പ്ലേ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായി. അവർ ഡൊമെയിൻ കൊടുത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിയിൽ പോയാലും അയാളുടെ പേരിലല്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ മറ്റ് രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു നല്ലൊരു എമൗണ്ട് മുടക്കണം. ഒരു 30,000-35,000 രൂപ ഒരു അറ്റോർണി ഫീസ് കൊടുത്തിട്ടാണ് ആ ഡൊമെയിൻ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളല്ല ചെയ്യുന്നതെങ്കിലും വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചാലും അവരോട് പറയുക അത് ചെയ്യുന്നത് നമ്മുടെ ആധാറിലുള്ള വ്യക്തമായ അഡ്രസ്സ്, അതിലെ കമ്പനിയുടെ അഡ്രസ്സ് വെച്ച് മാത്രമേ എടുക്കാവൂ. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ ഒരാൾ? പിന്നെ തീർച്ചയായിട്ടും അത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ അഡ്രസ് ഒക്കെ പുറത്ത് ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഒന്നും അത്ര പുറത്തൊന്നും വിസിബിൾ ആയിരിക്കില്ല. എന്നാൽ ഈ കമ്പനി എൻ്റെ അറിയുന്ന ചോദ്യം ഇപ്പം നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഫേസ്ബുക്കും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമും എക്സും ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡേറ്റാസ്, ഈ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റാസ് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് സെക്യൂർഡ് ആക്കാനായിട്ടുള്ള പ്രോബ്ലംസ് വേറെ ഉണ്ടാകാറുണ്ട്. അപ്പം ഈ ഡൊമെയിൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു കൊമേഴ്ഷ്യൽ ഐഡൻറ്റിറ്റി, ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണെങ്കിലും അതിനകത്ത് നമ്മുടെ ഈ കണ്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസ് സേഫ് ആണോ? ശരിക്കും ഞങ്ങളൊക്കെ ഇപ്പം മിനിസ്ട്രി ആയിട്ട് സൈൻ ചെയ്തിരിക്കുക. ഞങ്ങൾ കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻ്റ് ഉണ്ട്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസിയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ അടുത്ത് ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റാഫിൻ്റെ അടുത്തും നമ്മൾ ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിക്കും. ഇങ്ങനെയാണ് രജിസ്ട്രാർസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലാതെ ഡേറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ടെക്നീഷ്യനെ വിളിച്ചു അയാൾ ആരുടെയെങ്കിലുമൊക്കെ അഡ്രസ്സ് ഇട്ടു, അവർ പ്രൈവറ്റ് ആയിട്ട് റീസെല്ലേഴ്സ് എന്ന് പറയും. ഞങ്ങളുടെ അടുത്ത് വന്ന് ചെയ്യുന്നവരുണ്ട്. അവർ ചിലപ്പോൾ കസ്റ്റമേഴ്സ് ഡേറ്റ ഒക്കെ എടുത്ത് അവരുടെ അടുത്ത് അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഈ ഡേറ്റ പുറത്തു പോകും. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ ചെയ്താൽ ഈ ഡേറ്റ സേഫാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ എല്ലാ ഈ രജിസ്റ്റേർഡ് ഏജൻസ് ആയിട്ടുള്ള ഈ രജിസ്ട്രാർസിൻ്റെ അടുത്ത് ചെയ്യായിരിക്കും നല്ലത്, ഏറ്റവും നല്ലത്. ഇപ്പം നമ്മളിപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി കാണുന്ന ഒരു പരസ്യം എന്ന് പറഞ്ഞാൽ 99 രൂപയ്ക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ചെയ്യാം, 100 രൂപയ്ക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഒരു അതൊരു 99 രൂപയേക്കാൾ അതിനൊരു അത്രയും എമൗണ്ട് മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ആവുമെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടല്ലേ ഓടുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു ടെക്നിക്ക് എന്താ? ശരിക്കും അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അല്ലാതെ അതിൽ വേറെ ഒരു ഇതുമില്ല. കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നുമില്ല അതിൽ. അവർ ഇനീഷ്യലി നമ്മുടെ അടുത്ത് നിന്ന് 99-199 രൂപയായിരിക്കും എടുക്കുന്നത്. നമ്മൾ ചെല്ലും, നമ്മൾ രജിസ്ട്രേഷൻ കൊടുക്കും, നമ്മളെല്ലാ ഡീറ്റെയിൽസും അഡ്രസ്സെല്ലാം ഫില്ല് ചെയ്യും, KYC ചെയ്യും. നമ്മൾ പേ ചെയ്യാൻ പോകുമ്പോഴാണ് അവിടെ കാണുന്നത് ഇത് മിനിമം 3 വർഷത്തേക്ക് വാങ്ങിച്ചിരിക്കണം. ആ 2 വർഷത്തെ പ്രൈസ് വേറെ എവിടെയും ഇല്ലാത്ത പ്രൈസിൻ്റെ ഇരട്ടിയായിരിക്കും. ഞങ്ങളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഞങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ഇത് വെച്ചിരിക്കുക. നമ്മൾ ഇയർലി സെയിം ഫീസ്, റിന്യൂവൽസിനും രജിസ്ട്രേഷനും സെയിം ഫീസ്. നമ്മളങ്ങനെ ഒരു 199 വേണ്ട. കുറച്ച് നല്ല സ്ഥാപനങ്ങൾ നമ്മുടെ അടുത്ത് വരട്ടെ എന്ന് ആഗ്രഹിച്ചാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഈ 199 പലരെ ആകർഷിക്കും പലരെയും. പക്ഷേ അവസാനം ഞങ്ങളെക്കാളും ഒരു 300-400 രൂപയൊക്കെ ഡോട്ടിന് അവർ പേ ചെയ്യാറുണ്ട് ഇങ്ങനെ എടുക്കുന്നവർ. പിന്നെ നമുക്ക് ചിലപ്പോൾ അറിയില്ല, നമ്മളൊരു സ്ഥാപനം തുടങ്ങി ഒരു 2-3 വർഷമൊക്കെ ചിലപ്പോൾ എടുക്കും അതൊന്ന് ഡെവലപ്പായി വരാൻ. അപ്പം ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞ് ആ സ്ഥാപനം നടത്താൻ സാധിക്കാതെ ഇത് ചെയ്യുന്നു. നമ്മൾ എന്തിനു 3 വർഷത്തേക്ക് വെറുതെ എന്തിനു തുടക്കത്തിലേ ചെയ്യണം? അതും ഒരു പോയിന്റാണ്. സ്റ്റാർട്ടപ്പുകളൊക്കെ 1 വർഷത്തേക്ക് ചെയ്യുക, എന്നിട്ട് പിന്നെ നമ്മൾ നോക്കുക നമ്മൾ ഫിനാൻഷ്യൽ ഇതിനു വേണ്ടി. അല്ല, അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം ഉണ്ടല്ലോ. അപ്പം ഈ വെബ്സൈറ്റിൽ കൂടെ നടന്നിരുന്ന ബിസിനസ് ഇപ്പം ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലൂടെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഫിസിക്കൽ ഷോപ്പ് പോലും ഇല്ലാതെ നമുക്കൊരു ഈ പറയുന്ന പോലെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ ബിസിനസ് നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഡൊമെയിൻ ഇൻഡസ്ട്രിയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലരും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നത് ഈ ആപ്സ് വന്നില്ലേ, ആപ്സ് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ആപ്സ് വന്നിട്ട് നിങ്ങളെയൊക്കെ റീപ്ലേസ് ചെയ്യും, ഡൊമെയിൻ
രജിസ്ട്രാർസിനെയൊക്കെ റീപ്ലേസ് ചെയ്യും. അതിന് ശരിക്കും യഥാർത്ഥത്തിൽ ഇതൊന്നും കണക്റ്റഡ് അല്ല. ഇതെല്ലാം രണ്ട് പാരലായിട്ട് പോകുന്ന രണ്ട് ഇൻഡസ്ട്രിയാണ്. ആപ്സിന് യഥാർത്ഥത്തിൽ ഒരു ഡൊമൈൻ വേണം, ഒരു ലിങ്ക് വേണം, ഡേറ്റാബേസ് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു വെബ്സൈറ്റ് വേണം, അതിൽ പോയിട്ട് ഡേറ്റാബേസ് ആക്സസ് അപ്പൊ ചെയ്യണം. ഇവിടെ ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ആപ്പിന്റെ ഡീറ്റെയിൽസ് എല്ലാം കണക്ട് ചെയ്ത് ഡേറ്റാബേസ് ചെയ്യുന്നത് ഇതിലായിരിക്കും. നമ്മൾ അതിലെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുക. യൂസർ ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ടാണ് ആപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനെല്ലാം പിന്നിൽ ഒരു വെബ്സൈറ്റ് എന്തായാലും പിന്നെ ഒരു ഡൊമൈൻ നെയിം ഉണ്ടാവും, അതിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, സെർവർ സ്പേസ് എടുത്തിട്ടുണ്ടാവും, അതിലായിരിക്കും ഡേറ്റാബേസ്. അതിൽ API വെച്ച് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ റിട്രീവ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പുതിയ കമ്പനി തുടങ്ങുകയാണ്. അപ്പോൾ പുതിയ കമ്പനി തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആപ്പ് ലോഞ്ച് ചെയ്യാം. ആപ്പ് ലോഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ആപ്പ് ലോഞ്ച് ചെയ്യാൻ ആവശ്യമുള്ള എക്സ്പെൻസിനകത്ത് തന്നെ ഈ പറയുന്ന ഈ ഡൊമൈനിന്റെ ക്രിയേഷനുള്ള ഫീസ് വരുന്നുണ്ടോ? അങ്ങനെയാണോ വരുന്നത്? അപ്പൊ അതായത് സെപ്പറേറ്റ് പറയാം. എനിക്ക് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു തീർച്ചയായിട്ടും ഡൊമൈൻ ഉണ്ടാവണം, നമുക്ക് ഹോസ്റ്റിംഗ് സ്പേസ് ഉണ്ടോ? ഡൊമൈനും ഹോസ്റ്റിംഗ് സ്പേസും എടുത്തിട്ടാണ് പിന്നെയാണ് നമ്മൾ ഈ ആപ്സിലേക്ക് ഇടുക. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ആപ്സ് ചെയ്തവരൊക്കെ ഉണ്ട്. ഒരു ബിസിനസ്സും ഇല്ലാതെ, എനിക്ക് കുറച്ച് പേര് ഒരു ബിസിനസ്സും മുമ്പ് ചെയ്യാതെ ആ കോവിഡ് ടൈമിൽ നേരിട്ട് അവർ ആപ്പിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അവരൊന്നും സക്സസ് ആയില്ല. കാരണം നമുക്ക് ഈ ആപ്സൊക്കെ എന്താണെന്നറിയാമോ? ഈ ആപ്സൊക്കെ വെറും ടൂൾസാണ്, ഒരു ഉപകരണങ്ങൾ. നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള ഉപകരണങ്ങളാണ് നമുക്ക്. അതെ, കൺവീനിയൻ്റ് ആയിട്ട്. നമുക്കൊരു ബിസിനസ്സും അറിയില്ല, നമുക്ക് ബിസിനസ് ഇല്ല, നമ്മളൊരു ആപ്പ് സ്റ്റാർട്ട് ചെയ്ത് നാളെ മുതൽ ഗ്രോസറി സെല് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ എന്തായിരിക്കും? അതാണ് സംഭവിച്ചത്. അയാൾക്ക് അതിനുള്ള ഇതില്ല, അയാൾക്ക് അതിനുള്ള കസ്റ്റമർ ബേസ് ഇല്ല, അയാൾക്ക് അറിയില്ല എങ്ങനെ വിൽക്കണം, എത്ര പ്രോഫിറ്റ് എടുക്കണം. ഇയാൾ ആപ്പ് ഇട്ടു, ആപ്പിൽ പ്രൈസ് ഇട്ടു, സെല് ചെയ്യാൻ തുടങ്ങി, അയാൾക്കത് സക്സസ് ആക്കാൻ പറ്റിയില്ല. നേരെ മറിച്ച് നമ്മൾ റണ്ണിങ് ഗ്രോസറി ഷോപ്പ്, അവർ നമ്മൾ മീറ്റ് ചെയ്ത് പറയാം, നമുക്കത് ഓൺലൈൻ സെല്ലിങ്ങിന് നമുക്ക് ആപ്സ് ഉണ്ടാക്കാം, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അറിയാം അവിടെയാണ് എങ്ങനെ കൊടുക്കണം, ഇവിടെയാണ് എങ്ങനെ ഇടണം. ശരിക്കും അതല്ലേ ബിസിനസ്. അങ്ങനെയാണ് ആപ്സിനെ അതൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം ടൂൾസാണ്. അപ്പം ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ടെക് ടോക്ക് തന്നെയാണ്. അപ്പോൾ ഈ പ്രേക്ഷകരോടായിട്ട് ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് വാങ്ങാൻ താല്പര്യപ്പെടുള്ളവർ അടുത്തുള്ള മൈജി ഷോറൂം ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ നിറയെ ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറയുന്ന എല്ലാ ടെക് കാര്യങ്ങളുടെ കാര്യം പറയുമ്പോഴും അപ്ഡേഷൻസ് വരുമല്ലോ, പുതിയ കാര്യങ്ങൾ വരും. ഇപ്പൊ AI വരുന്നു. AI കൊണ്ട് ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം വിത്ത് ലെസ്സർ ടൈം. അപ്പൊ ആ ഒരു AI വരവ് ഈ പറയുന്ന ഒരു ഡൊമൈൻ ഇൻഡസ്ട്രിയെ എങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. പുതിയ ആപ്സ് ഇപ്പൊ ഞങ്ങളുടെ ചോദിക്കുന്ന ആപ്സ് ഒക്കെ AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആപ്സ് വേണം. AIയുടെ സഹായത്താൽ കുറച്ചുകൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആക്കി മാറ്റാൻ പറ്റും. അതുപോലത്തെ ആപ്സ്. അപ്പോൾ AI വെബ്സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ ബിസിനസ്സാണ് നടക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയാം, ഇവിടെ വരുന്ന കോളുകളൊക്കെ നിങ്ങളില്ലാതെ തന്നെ ഒരാൾ നിങ്ങളുടെ അതേ ശബ്ദം, ജുബിൻ്റെ അതേ ശബ്ദത്തിൽ ഒരാൾ ആൻസർ കൊടുത്താലോ? ഇല്ലേ? അപ്പോൾ അത് ടെക്നോളജി അവൈലബിൾ ആണ്. അത് ഒരു വെബ്സൈറ്റിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അത് തന്നെ ഒന്നും വർക്ക് ചെയ്തില്ല. ഒരു കാലത്ത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ കുറച്ച് നാൾ മുന്നേ ഒരു ഈ പറഞ്ഞ ആപ്സിന്റെ ഒരു നെക്സ്റ്റ് എന്താണ് ആപ്സിന്റെ എന്ന് വെച്ചാൽ അത് പറയാൻ പറ്റുന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് AI ഇന്റഗ്രേറ്റഡ് ആപ്സ് എന്നുള്ളതാണ് ആപ്സിന്റെ കമ്മിങ് ഫ്യൂച്ചർ. അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയില്ല. അതുപോലെ വെബ്സൈറ്റുകളുടെ കമ്മിങ് ഫ്യൂച്ചറും AI ഇന്റഗ്രേറ്റഡ് വെബ്സൈറ്റ് ആണ്. തീർച്ചയായിട്ടും ഇപ്പോൾ വരുന്ന ഓരോ വെബ്സൈറ്റ് എൻക്വയറിയും AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സെർച്ചുകളും മനസ്സിലായി. ഒരു പരിധി വരെ ഒരു 5 വർഷം മുമ്പ് ആണെന്ന് തോന്നുന്നു ഈ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ താഴെ ഒരു ബോട്ട് ചാറ്റ് കിട്ടും. അപ്പം അത് ഇപ്പോഴും അതിന്റെ ഒരു ഹയർ വേർഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആ ചാറ്റ് അടക്കം ചെയ്യണമെങ്കിൽ അതും വെബ്സൈറ്റിൽ തന്നെ നമ്മൾ AI ഇന്റഗ്രേറ്റഡ് തന്നെയല്ലേ വരുന്നത്? അത് മുമ്പ് ഉണ്ട്, എത്രയോ വർഷങ്ങളായി. പക്ഷെ അത് സാധാരണ ചാറ്റ്. അത് പിന്നെ നമ്മൾ ഡേറ്റാബേസിൽ ഇട്ടിട്ട് നമ്മൾ അവർക്ക് ആൻസർ കൊടുക്കുക. അക്കൗണ്ട് ഓപ്പണിങ് ചെയ്യാനാണോ, ഡിഫറെന്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ FAQ പോലെ FAQ ഫിൽ ചെയ്ത് വെച്ചിട്ട് സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതാണ്. അതാണ് ടെക്നോളജി. ഇപ്പോൾ അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി. ഇപ്പം ശബ്ദവും കസ്റ്റമറിനെ മനസ്സിലാക്കി, കുറച്ചുകൂടെ കസ്റ്റമറിനെ മനസ്സിലാക്കി ആ കസ്റ്റമറിന്റെ രീതിയിൽ
നമുക്ക് ആൻസർ കൊടുക്കാം. അവരുടെ ഡേറ്റാബേസ് ഓൾറെഡി ഇവരുടെ കയ്യിൽ ഉണ്ടല്ലോ, അപ്പൊ ആ ഡേറ്റാബേസ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത്. ഇപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് എന്ത് വ്യത്യാസമായിരിക്കും ഒരു ഡൊമൈനും ഒരു സോഷ്യൽ മീഡിയ നോർമൽ നമ്മൾ കാണുന്ന പ്ലാറ്റ്ഫോം? കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. അതായത് എനിക്ക് ഒരു ആക്ച്വൽ സ്പേസ് വേണമെന്നില്ല, ഒരു ഷോപ്പിലുള്ള സാധനങ്ങൾ ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ട്. ഒന്നാമത് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞല്ലേ അതും ഒരു വെബ്സൈറ്റാണ്. അതൊരു വെബ്സൈറ്റാണ്. അത് കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് ഒരുപാട് പേർക്ക്, എത്രയോ മില്യൺസ് ഓഫ് ആൾക്കാർക്ക് ഒരു സമയം കയറാൻ പറ്റിയ ഒരു വെബ്സൈറ്റാണ് അത്. അല്ലാതെ അത് പ്രത്യേകിച്ച് ഒരു സാധനമൊന്നും, അതൊരു വെബ്സൈറ്റാണ്. അല്ലാത്തൊരു ആപ്പും ഉണ്ടാവും, ആപ്പ് വേർഷനും ഉണ്ടാവും, പിന്നെ ഒരു നോർമൽ വെബ്സൈറ്റിൻ്റെ വേർഷനും ഉണ്ടാവും. അതാണത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ടെക്കില് ഒരു ബേസിക് ഐഡിയ തന്നെയാണ് ഡൊമൈൻ. എന്ത് പരിപാടികൾ തുടങ്ങണമെങ്കിലും ഈ ഡൊമൈൻ ഇല്ലാതെ നടക്കത്തില്ല എന്നാണ് ഇപ്പം പറയുന്നത്. ഇനിയപ്പം നെക്സ്റ്റ് ഒരു ഇതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ എന്തായിരിക്കും, ഇനി വരാൻ സാധ്യതയുള്ള മാറ്റം എന്തായിരിക്കും ഡൊമൈൻ ഇൻഡസ്ട്രിയിൽ? ഒന്നാമത് ഈ .com ഡൊമൈൻസ് ആയിപ്പോൾ കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. എല്ലാവരും നമ്മുടെ, കാരണം എന്താണെന്ന് അറിയാം, അത് സംഭവിച്ചത് ഇങ്ങനെയാണ്. ഈ നമ്മുടെ ഇവിടെ എല്ലാവരും എന്തെങ്കിലും ഡൊമൈൻ വേണമെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഉടനെ ഒരു ടെക്നിക്കൽ ടീമിനെ ഒക്കെ ആയിരിക്കും വിളിക്കുക. അപ്പോൾ അവരാദ്യം സജസ്റ്റ് ചെയ്യുന്ന .com ആണ് എല്ലാം എന്നാണ് അവർ പറയുക. യഥാർത്ഥത്തിൽ .com എന്നത് ഒരു 5 letters 6 letters വേർഡുകളുള്ള, അതെല്ലാം ഓൾമോസ്റ്റ് തീർന്നു. പിന്നെ ഇനിയിപ്പോൾ അതിന് മുകളിലേക്കുള്ളതാണ്. അപ്പോൾ ഡൊമൈൻസ് എന്താ വേണ്ടത്? ആക്ച്വലി നമ്മുടെ ഡൊമൈൻസ് ഏറ്റവും ചെറുതായിരിക്കണം. ഏറ്റവും സ്മോൾ ആൻഡ് ഈസി ടു റിമെമ്പർ, ഈസി ടു യൂസ്. ഇതൊക്കെ ആണെങ്കിലേ ആൾക്കാർ ഇമെയിൽ ഉപയോഗിക്കുമ്പോഴും ഒക്കെ നന്നായി ഒരു എറേഴ്സ് വരും അല്ലെങ്കിൽ. അപ്പം ശരിക്കും .comന് പോകുന്നതിന് പകരം ഇപ്പോൾ ഓരോ ഇൻഡസ്ട്രിക്കും റിലേറ്റഡ് ആയിട്ടുള്ള ഡൊമൈൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ബിസിനസ് ഏരിയ ട്രേഡിംഗ് ആണെങ്കിൽ .trading ഉണ്ട്. അതുപോലെ ഇന്ത്യയിൽ ഇപ്പോൾ തുടങ്ങി നമ്മുടെ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് .dr.in, എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് .er.in. ഇതേപോലുള്ള ഡൊമൈൻസ് ഇപ്പോൾ ഡോക്ടേഴ്സിന് വേറെ .com ഡൊമൈൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അല്ല, അതിൽ പ്രൈസ് റേഞ്ച് വലിയ വ്യത്യാസമുണ്ടോ? ഇന്ത്യൻ ഡൊമൈൻസിന് വില വളരെ കുറവാണ്, മറ്റതിനേക്കാളും 50% കുറവാണ്. ഈ പറഞ്ഞ .com എല്ലാവരും പ്രിഫർ ചെയ്യാന്ന് പറയുന്നത്, എല്ലാവരും .com പ്രിഫർ ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ഇതുണ്ട്, നമ്മളെല്ലാം പഠിച്ചു വെച്ച ഒരു രീതിയുണ്ട്. നമ്മൾ ബ്രൗസർ തുറന്ന ആദ്യം ഇപ്പം എന്താ ABC മലയാളം എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും ABC മലയാളം .com അങ്ങനെ അടിച്ചു പോകും. എന്നിട്ട് വർക്ക് ചെയ്യാതെ വരുമ്പോഴാണ് ചോദിക്കുക നിങ്ങൾ യഥാർത്ഥ ഡൊമൈൻ എന്താണ്. നിങ്ങൾക്കറിയാം ABC മലയാളം .news എന്ന് പറഞ്ഞൊരു ഡൊമൈൻ അവൈലബിൾ. വേണമെങ്കിൽ കമ്പനികൾക്ക് ഇങ്ങനെ നിങ്ങളെപ്പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഉപയോഗിച്ചൂടെ? ABC മലയാളത്തിന് ഉപയോഗിക്കാമല്ലോ. പക്ഷെ ആരും സാധാരണ ഉപയോഗിക്കാറില്ലെന്നുള്ള വളരെ കുറച്ച് ആൾക്കാരെ ഉപയോഗിച്ചു. അപ്പം അങ്ങനെയുള്ള പുസ്തകങ്ങളാണ്. അപ്പം നമുക്കപ്പം കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഇപ്പം ഞാൻ എൻ്റെ ഒരു ബ്രാൻഡ് തുടങ്ങുകയാണ്. അപ്പം എൻ്റെ ബ്രാൻഡിൽ വരുമ്പോൾ എനിക്ക് .com വേണ്ട .in വേണ്ട, പുതിയൊരു ഇതിൽ തുടങ്ങാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതും പോസിബിലിറ്റിയാണ്. പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞതുപോലെ മറ്റു ഒരുപാട് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള നെയിംസ് ഉണ്ട്. ഇപ്പോൾ .business ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. .it, .tech, .technology, അതുപോലെ ഒരുപാട് അവൈലബിൾ ഉണ്ട്. നമ്മൾ ഈ .com ഇല്ലയെന്ന് വെച്ച് പലരും ഡൊമൈനിൽ നമുക്ക് ആകെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. ഇപ്പോൾ ഡൊമൈൻ ABC മലയാളം ആരോ എടുത്തുപോയി. നിങ്ങൾ ചിലർ സജസ്റ്റ് ചെയ്യും ABC ഡാഷ് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത് ഈ ഡൊമൈൻസിന് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ABC -മലയാളം .com എന്നൊക്കെ എടുത്ത് കഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ അല്ലെ നമ്മൾ ABC മലയാളം കൊച്ചി അല്ലെ കേരള എന്നൊക്കെ എടുത്ത്, കാരണം നെയിം ഇല്ല. .com കിട്ടിയ മതിയാവുന്നൊന്നും ഇല്ല. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് .in എടുത്താൽ മതി. .co.in ഉണ്ട്. അപ്പം ABC മലയാളം .com എടുത്തിട്ടുണ്ടെങ്കിൽ ABC മലയാളം .in കിട്ടുന്നല്ല, നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മളുടെ ബ്രാൻഡ് നെയിംസ്, നമ്മുടെ ഇതൊരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡ് നമ്മൾ മാക്സിമം മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ നമ്മൾ ആ നെയിംസൊക്കെ പ്രധാനപ്പെട്ട നെയിമുകൾ രജിസ്റ്റർ ചെയ്യണം. അപ്പം ABC മലയാളം ടെക് ടോക്സ് പവർഡ് ബൈ മൈജിയിലേക്ക് ഈ പറഞ്ഞ പോലെ
ഈ ടെക്കിൻ്റെ ഡൊമൈനിൻ്റെ ഒരു കാര്യങ്ങൾ ഇപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. സുരേഷ് വളരെയധികം നന്ദി. ABC മലയാളത്തിലേക്ക് വന്നു.